ഇത്തവണ വെക്കേഷന് ഞങ്ങൾ പോകുന്നത് മൂന്നാറിലോട്ടേക്കാണ് കേട്ടോ. മൂന്നാർ ഇതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ്. അതുമാത്രമല്ല ഇത്തവണ വേറൊരു പ്രത്യേകത കൂടെയുണ്ട്. എന്നോടൊപ്പം റെയു ആണുള്ളത് കേട്ടോ. റെയുവിൻ്റെ ഫസ്റ്റ് ട്രിപ്പും കൂടിയാണ്. ഇതുവരെ അവൻ ദൂരയാത്രയൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ നേരെ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി കേട്ടോ. അവിടെ ചെന്ന ഉടൻ തന്നെ നമുക്ക് ബിരിയാണിയൊക്കെ തന്നു. നമ്മൾ ഫുഡ് കഴിക്കുകയാണ്. വേറെ ആരെയും കാണാത്തത് അവരുടെ കുറച്ചും കൂടി പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ വന്നു കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് ഇവിടുത്തെ അച്ഛമ്മയുടെ സ്പെഷ്യലായിട്ടുള്ള ചക്കപ്പുഴുക്കും കൂടെ തന്നു. അങ്ങനെ അതൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി നമ്മൾ യാത്ര നൈറ്റാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏകദേശം 10 മണിയോടെ തന്നെ ബസ്സൊക്കെ വന്നു. നമ്മളൊരു പാറയുടെ മുകളിലെ സൈഡിലോട്ടാണ് പോയത്. അവിടെയായിരുന്നു കേട്ടോ നമ്മുടെ സ്റ്റാർട്ടിങ് പോയിൻറ്റ്. അങ്ങനെ ബസ് വന്നു, ആൾക്കാരൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും കൂടെ അതിലേക്ക് കയറാൻ പോവാണ്. ഇവരെ മാത്രമേ കേട്ടോ നമുക്ക് പരിചയമുള്ളതുള്ളൂ. അവരുടെ ഫാമിലിയും അവരുടെ ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഒരുപാട് അറിയാത്ത ആൾക്കാരാണ്. അങ്ങനെ എല്ലാവരെയും ഞങ്ങൾ ഈ യാത്രയോട് പരിചയപ്പെട്ടു കേട്ടോ. യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇനിയുള്ള 3 ദിവസം നമ്മളെല്ലാം മറന്ന് അടിച്ച് പൊളിക്കുകയാണ്. പിള്ളേരൊക്കെ ഡാൻസും പാട്ടും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രി ഉറക്കം മൊത്തം ഈ ബസ്സിലാണ്. അപ്പോൾ ഇനി ഉറങ്ങി എഴുന്നേറ്റ് നാളെ കാണാം. ഗുഡ് മോർണിംഗ്. അപ്പം നമ്മൾ മൂന്നാർ എത്തിയിട്ടില്ല, അടിമാലിക്കടുത്ത് എവിടെയോ ആണുള്ളത്. അപ്പം നമ്മൾ നേരെ വന്നത് ഫ്രഷപ്പ് ആവാൻ വേണ്ടി ഇതുപോലൊരു ഹോം സ്റ്റേയിലേക്കാണ് കേട്ടോ. അപ്പം നമ്മളെല്ലാവരും ഫ്രഷപ്പ് ആയതിന് ശേഷം ഇവിടുന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങും. എന്നിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷമാണ് കേട്ടോ മൂന്നാറേക്കുള്ള യാത്ര തുടങ്ങുക. എത്തിയ ഉടൻ തന്നെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം ആകെ മൊത്തം ഉറക്ക ക്ഷീണത്തിലായിരുന്നു. അപ്പം നമ്മളൊക്കെ മാറ്റി ബസ്സിലേക്ക് വന്ന് കയറുമ്പോൾ റെയു ഇതുപോലെ ക്യാമറ ഒക്കെ ഓണാക്കി എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അടിമാലിയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ്. ഇവിടെ അടിപൊളി ആംബിയൻസ് ആണ് കേട്ടോ. ആംബിയൻസ് മാത്രമല്ല, ഇവിടുത്തെ ഫുഡ് അടിപൊളിയായിരുന്നു. ഒരുപാട് വെറൈറ്റി ഓഫ് സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. പൂരി, ദോശ, നൂൽപുട്ട്, പൊറോട്ട, പത്തിരി, ഇഡ്ഡലി, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. 3 തരം കറിയും ഉണ്ടായിരുന്നു. നമുക്കിഷ്ടമുള്ളതൊക്കെ എടുത്ത് കഴിക്കാവുന്നതാണ് കേട്ടോ. അടിപൊളി ടേസ്റ്റും കൂടിയായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ ഇരുന്നിരുന്നത്. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. അങ്ങനെ റെയു അവന് ഇഷ്ടമുള്ള എടുത്തു. പൂരിയും മുട്ടക്കറിയും അതുപോലെ തന്നെ നൂൽപുട്ടും കടലക്കറിയും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഇതിൻ്റെ എടുത്ത് പറയാനുള്ളത്, ഇതിൻ്റെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അവിടെ എല്ലാവിധ സാധനങ്ങളും നല്ല ക്വാളിറ്റി ഉള്ളതുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാവരും അവിടെ കയറി അത്യാവശ്യ സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് മൂന്നാറിലേക്ക് ഇനിയും കുറച്ച് ദൂരമുണ്ട് കേട്ടോ. ഒരു 1 അവറിൻ്റെ മേലെ യാത്രയുണ്ട്. അപ്പം നമ്മൾ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. റെയു ഇവിടെ വന്നതോടുകൂടി ഒരു ക്യാൻഡി ലവറായി മാറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൻ അവിടെ നിന്ന് ക്യാൻഡിയൊക്കെ അടിച്ച് മാറ്റി. അപ്പം നമ്മൾ നേരെ യാത്ര സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. മൂന്നാറൊക്കെ അല്ലേ, തണുത്ത് വിറക്കുമെന്ന് വിചാരിച്ച് സ്വെറ്ററും കാര്യങ്ങളും ഒക്കെ കൊണ്ടാണ് കേട്ടോ എല്ലാവരും വന്നിരിക്കുന്നത്. എന്നാൽ അതൊന്നും ലഗേജ് ഒന്ന് പുറത്തെടുക്കേണ്ടത് പോലും വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമുക്ക് സാധാരണ രീതിയിലുള്ള തണുപ്പായിട്ടാണ് നമുക്ക് എല്ലാവർക്കും അവിടെ ഫീൽ ചെയ്തത്. പിന്നീട് അങ്ങോട്ടുള്ള യാത്ര എന്ന് പറയുന്ന ഒരുപാട് വ്യൂ പോയിൻറ്റ്സ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. കുന്നിൻ മുകളിൽ കൂടെ കയറുന്ന യാത്രയും അടിപൊളിയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പുറത്ത് കാഴ്ചകൾ തന്നെയായിരുന്നു കേട്ടോ. ആദ്യം തന്നെ നമ്മൾ വന്നിറങ്ങിയത് ഫ്ലോറിസ്റ്റ് സെൻറ്ററിലാണ് കേട്ടോ. അവിടെ ഫുൾ ഗാർഡനും പൂക്കളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. പിന്നെ ട്രിപ്പിൻ്റെ വൈബ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂട്ടത്തിലെ ചില പിള്ളേരെല്ലാം കൂടെ പഞ്ഞിമുട്ടായി വിൽക്കുന്ന അവൻ്റെ കയ്യിൽ നിന്ന് അതും വാങ്ങി സെല്ല് ചെയ്യാൻ വേണ്ടി നിന്നു കേട്ടോ. അത് നല്ല രസം ഉണ്ടായിരുന്നു. വിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ആ ചെക്കന് ഇവർക്ക് വേഗം തന്നെ ഈ സാധനം കൊടുത്തു കേട്ടോ. അങ്ങനെ അവർ കുറേ നേരം സെയിൽ നടത്തി, പക്ഷെ ഒന്നും നടന്നില്ല എന്ന് മാത്രം. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് സെക്കൻഡ് വ്യൂ പോയിന്റിലേക്കാണ്. ഇവിടുത്തെ പേര് ഓർമ്മയില്ല, പക്ഷേ ഇവിടെ ഹോഴ്സ് റൈഡ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി എല്ലാവരും അവിടെ ഇറങ്ങി. അങ്ങനെ ഫസ്റ്റ് നമ്മുടെ കൂട്ടത്തിൽ നിന്നും അമ്മു ആര്യാണ് കേട്ടോ പോയത്. അവരുടെ പോക്കും വരുത്തും കണ്ടതോടുകൂടെ എല്ലാവർക്കും ചെറുതായൊന്ന് പേടിയുണ്ടായിരുന്നു കേട്ടോ.
ഞാനും റിയുവാണ് കേട്ടോ കയറിയത്. 100 രൂപയാണ് അവർ ചാർജ് ചെയ്യുന്നത്. ഫസ്റ്റ് ടൈമാണ് ഹോഴ്സ് റൈഡ്, അതുകൊണ്ടുള്ള എല്ലാവിധ എക്സൈറ്റ്മെൻറ്റും ഇഷ്ടത്തോടു കൂടെ തന്നെയാണ് കേട്ടോ പോയത്. ആദ്യം കുറച്ച് നേരം നടക്കും, പിന്നെ അതങ്ങോട്ട് കുറച്ച് നേരം ഓടും കേട്ടോ. ആദ്യം തുടക്കം എടുക്കുന്ന വീഡിയോ മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറ എടുത്താലും വന്നില്ല കേട്ടോ പുറകിൽ. ഓടാൻ തുടങ്ങിയപ്പോൾ തന്നെ റിയു കരയാൻ തുടങ്ങി. ഇവൻ കരഞ്ഞപ്പോൾ എനിക്ക് ചെറുതായൊന്ന് പേടിച്ചു, പക്ഷേ പിന്നീട് നടക്കാൻ തുടങ്ങിയപ്പോൾ അവൻ ഓക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ അടിപൊളിയായിരുന്നു. ഓടുമ്പോൾ എനിക്ക് ഒടുക്കത്തെ ഇഷ്ടമായി കേട്ടോ. ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഒരു ചെറുതായൊരു പേടിയുണ്ടായിരുന്നു, അതിനെ ചവിട്ടി പോവുമെന്നൊക്കെ വിചാരിച്ചിട്ട്. പക്ഷേ കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. ഞങ്ങളോടൊപ്പം വന്ന ഒട്ടുമിക്ക പേരും ഈ ഒരു ഹോഴ്സ് റൈഡ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് പിന്നീട് നമ്മൾ നേരെ വിട്ടത് ഇടുക്കി ഡാമിലോട്ടേക്കാണ്. അങ്ങനെ ഇടുക്കി ഡാമൊക്കെ കണ്ടതിന് ശേഷം നേരെ അതിൻ്റെ സൈഡിലോട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. അവിടെ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ ഫോട്ടോ സെക്ഷൻ എടുക്കാൻ പറ്റിയ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയ സാധനങ്ങളുള്ള ഷോപ്പിംഗ് ഏരിയയും കൂടെ ഉണ്ട്. അങ്ങനെ കുറേ നേരം നമ്മൾ അവിടെ തന്നെ സ്പെൻഡ് ചെയ്തു. പിന്നെ അതിന് ശേഷം നേരെ വിട്ടത് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുപോലൊരു റോഡ് സൈഡിലാണ് പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടെ ഒരുപാട് കുരങ്ങന്മാരിങ്ങനെ മരത്തിൽ ഭക്ഷണങ്ങൾ എറിയുന്നത് എടുത്ത് കഴിക്കാൻ വേണ്ടി ഇഷ്ടം പോലെ കുരങ്ങന്മാരുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു സൈഡിൽ നമ്മൾ നേരത്തെ കാണിച്ച അതേ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് നമുക്ക് ഫുഡൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നത്. അവർ കൃത്യസമയമാകുമ്പോഴേക്കും അവിടെ വന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബിരിയാണിയൊക്കെ അവിടെ നിന്നും ഇരുന്നും അങ്ങനെ എല്ലാവരും കഴിച്ചു. അവിടുന്ന് വീണ്ടും ഞങ്ങൾ യാത്ര തിരിച്ചു കേട്ടോ. ഓരോരോ വ്യൂ പോയിൻ്റ് എത്തുന്ന സമയത്തും ബസ് നമ്മൾ അവിടെ നിർത്തിവിടും. നമ്മളങ്ങനെ കറങ്ങും. നമുക്ക് ടൈമും കാര്യങ്ങളും ലിമിറ്റൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇഷ്ടംപോലെ നേരം നമ്മൾ ഓരോ സ്ഥലത്തും സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഈ ഒരു ടീ ഏരിയയിൽ കൂടെ നമ്മൾ ഈ ഒരു വ്യൂ പോയിൻറ്റിലൂടെ മുകളിലേക്ക് കയറുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കയറും തോറും നമുക്ക് നല്ല തണുപ്പിങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കിടന്ന് നമ്മൾ കുറേ റീലും കാര്യങ്ങളും എടുത്ത് നേരെ തിരിച്ച് അടുത്ത സ്ഥലത്തേക്ക് വന്നു. ഒരു പോയിന്റിലെത്തിയോടുകൂടെ എല്ലാവരും കൂക്കിയും ബഹളവുമായി. കാരണം നമ്മുടെ എക്കോ പോയിന്റ് ആയിരുന്നു. അത് നമ്മൾ പറയുന്നത് തിരിച്ചു പറയുന്നത് കൊണ്ട് പിള്ളേർക്ക് നല്ല രസമുണ്ട്. അങ്ങനെ കൂകി വിളിച്ച് എല്ലാവരും കൂടെ പിന്നെ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ. അവിടെ നിന്ന് ഞാൻ ബജി കഴിച്ചു. അത് നല്ല രസമുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്ത പച്ചക്കായൻ്റെ ബജി കഴിച്ചു കേട്ടോ. എനിക്കത്ര വലിയ ഇഷ്ടമായില്ല, ബാക്കി എല്ലാവർക്കും ഇഷ്ടമായി. വൈബായിരുന്നു കേട്ടോ. പാട്ട് പാടാൻ കഴിവുള്ള ഒരുപാട് ചേട്ടന്മാരുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ അവരെ പാട്ടൊക്കെ കേട്ട് രസിച്ച് ഞങ്ങൾ നേരെ ഇതാ നമ്മുടെ ഹോം സ്റ്റേയിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് രാത്രിയായി. ഇനി ഇവിടെ ചെന്ന് നമ്മുടെ സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഫ്രഷപ്പായി നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ഇന്നത്തെ തൽക്കാല വിസിറ്റിംഗ് സമയമൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ബാക്കിയൊക്കെ നാളെ കേട്ടോ.
അങ്ങനെ ഞങ്ങളൊക്കെ റെഡി ആയതിനു ശേഷം പെട്ടെന്ന് തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ. അങ്ങനെ നേരെ ഒരു റെസ്റ്റോറൻറ്റ് അവർ പറഞ്ഞ രീതിയിൽ നമ്മൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഡൈൻ ചെയ്യാൻ പറ്റിയ സ്പേസ് ഉണ്ടായിരുന്നില്ല കേട്ടോ. സോ അവിടുന്ന് നമ്മൾ നേരെ അടുത്ത സ്ഥലത്തേക്ക് പോയി. അവിടെ ചെന്നൊരു റെസ്റ്റോറൻറ്റ് കയറിയപ്പോൾ ഒടുക്കത്തെ തിരക്ക്, നമുക്ക് ഒരാൾക്ക് പോർക്കും ഇരിക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ അവിടുന്ന് ഇറങ്ങി കേട്ടോ. അങ്ങനെ വീണ്ടും വേറെ റെസ്റ്റോറൻറ്റ് കയറി. ആക്ച്വലി ഇങ്ങനെ കയറി ഇറങ്ങി വീഡിയോ എടുത്തെടുത്ത് എനിക്ക് മടുത്തപ്പോൾ ഞാനങ്ങോട്ട് നിർത്തി കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കയറിയ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നേരെ റൂമിൽ വന്ന് ഒറ്റ ഉറക്കമായിരുന്നു കേട്ടോ. തണുത്ത് വിറക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ മൂന്നാറിലെ തണുപ്പ് സത്യം ഇന്ന് രാത്രിയാണ് കേട്ടോ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയത്. എഗെയിൻ ഗുഡ് മോർണിംഗ്. റീ നല്ല ഉറക്കമാണ് കേട്ടോ. തണുത്ത് വിറച്ചുറങ്ങാണ്. അയ്യോ രാവിലെ ഒന്നും എഴുന്നേക്കാൻ തോന്നുന്നേ ഉണ്ടായിരുന്നില്ല. നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ രാത്രിയത്തെ ഉറക്ക്. അങ്ങനെ ലാസ്റ്റാണ് നമ്മൾ എഴുന്നേറ്റത്. കാരണം കുളിയൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ ഇറങ്ങാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഇന്ന് മൂന്നാറിലെ ഇതൊക്കെ കണ്ടതിന് ശേഷം ഇവിടുന്ന് വിടുകയാണ് കേട്ടോ. നമ്മളിനി അടുത്ത യാത്ര നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോവാണ്. കാരണം മൂന്നാറിലെ ഏകദേശം ഒട്ടുമിക്ക സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ ഇനി നമ്മൾ നേരെ വിടുന്നത് കൊച്ചിയിലോട്ടേക്കാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതാ റെഡിയായി പോകാൻ വേണ്ടി റെഡി ആയിരിക്കുകയാണ്. സാധനങ്ങളും ലഗേജൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളിവിടുന്ന് യാത്ര തിരിക്കുകയാണ്. ഇവനൊന്നും ഒരു സ്പോട്ടിൽ നിന്ന് അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങാനോ പോകാനോ ഒന്നും യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ രാവിലെ എണീക്കാനും അത്ര വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. അങ്ങനെ നമ്മളിതാ മൂന്നാറിനോട് ബൈ ബൈ പറഞ്ഞു പോവാണ്. യാത്ര എല്ലാവരും നല്ലപോലെ കിടന്നങ്ങ് ഉറങ്ങി കേട്ടോ. പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കാണുന്നത് കൊച്ചിയാണ് കേട്ടോ. അവിടുന്ന് ഫുഡും കഴിച്ച് ഞങ്ങൾ നേരെ മെട്രോയിലെ സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി മെട്രോ കയറി നേരെ ലുലുവിലോട്ടേക്ക്. ഇത്ര ദിവസവും തണുത്ത് വരച്ച ഞങ്ങൾ എറണാകുളം എത്തിയതോടുകൂടെ വേർത്തൊലിക്കാൻ തുടങ്ങി കേട്ടോ. ഒടുക്കത്തെ ചൂടായിരുന്നു. അങ്ങനെ ഇതാ നമ്മുടെ ട്രെയിനൊക്കെ വന്നിരിക്കുകയാണ്. പിന്നെ എപ്പോഴും തിരക്ക് തന്നെയാണല്ലോ. മെട്രോയിൽ കയറിയപ്പോഴും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. സീറ്റും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ റിയുവിനോടൊപ്പം കണ്ടപ്പോൾ ഒരാൾ എനിക്ക് എഴുന്നേറ്റ് തന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് സീറ്റൊക്കെ കിട്ടി. റിയു ഫസ്റ്റ് ടൈം ആണെന്ന് മുന്നേ കയറിയതൊന്നും അവന് ഓർമ്മയില്ല. അവൻ അതൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവന് ശരിക്കും ഒരു രസമായി തോന്നി. അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഞങ്ങൾ വരുന്നത് രാജേഷ് ചേട്ടന് അറിയില്ലായിരുന്നു കേട്ടോ. സോ ലുലുവിലാണെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. സോ ദാ ലുലുവിലേക്ക് നമ്മളിതാ കണക്ഷൻ വഴി കയറാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളിവിടെ എത്തിയിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് 1 ഹവറാണ് കേട്ടോ ഇവിടെ കറങ്ങാൻ വേണ്ടി തന്നിരിക്കുന്ന സമയം. 1 ഹവർ നമ്മളിവിടെ കറങ്ങിയതിന് ശേഷം അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതാണ്. നമ്മൾ കണക്ഷൻ വഴി നേരെ ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടുന്ന് നമ്മൾ നേരെ 3rd ഫ്ലോറിലേക്ക് കയറി. അവിടെയാണ് രാജേഷ് ചേട്ടൻ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ 3rd ഫ്ലോർ അരിച്ച് പെറുക്കിയിട്ടും ഓരോ ഷോപ്പ് നെയിം പറഞ്ഞിട്ടും നമുക്ക് കണ്ടെത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവസാനം നമ്മൾ എക്സ്കലേറ്റർ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെയെങ്കിലും മീറ്റ് ആവട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ലാസ്റ്റ് അവസാനം നമ്മൾ കണ്ടെത്തി കേട്ടോ. കൈ കാണിക്കും മീറ്റപ്പ്. അങ്ങനെ ഞങ്ങൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് രാജേഷ് ചേട്ടനെ കണ്ടിരിക്കുന്നു. തിരക്കാ. ഇപ്പൊ ട്രിവാൻഡ്രം പോവാ. നമ്മള് നാട്ടിലേക്ക് നമ്മൾ വന്ന പേര് എല്ലാവരും സ്പ്ലിറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ഓരോരുത്തർ ഓരോ ബൈക്കായി. ഞങ്ങൾ രാജേഷ് ചേട്ടനെ കണ്ടുപിടിക്കാൻ വേണ്ടി 3rd ഫ്ലോറും എത്തി. അങ്ങനെ നമ്മൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇവിടെ 2-in-1 പാക്കായിട്ട് ഐസ്ക്രീം സെയിൽ നടക്കുന്നുണ്ടല്ലോ. അങ്ങനെ നമ്മൾ അവിടെ കിടന്ന് ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ. കാരണം ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങിയത് കൊണ്ടായിരുന്നേ നമുക്ക് ഐസ്ക്രീം അങ്ങനെ അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ എന്തായാലും വന്നതല്ലേ, പിന്നെ റെയ്യൂവിന് അതൊക്കെ വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം, സത്യം പറഞ്ഞാൽ 1 മണിക്കൂർ തന്നത് അരമണിക്കൂർ ഞങ്ങളിത് തപ്പിപ്പിടിച്ച് പോയി. ബാക്കി അരമണിക്കൂർ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് അങ്ങോട്ട് വർത്താനം പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ലുലുവിൽ അങ്ങോട്ട് സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പം ഇനി ഇവിടുന്ന് വിടുകയാണ്. അപ്പം ഇനിയത്തെ യാത്രയിൽ രാത്രി വേള ഞങ്ങളോടൊപ്പം രാജേഷ് ചേട്ടനും ഉണ്ടാവുന്നതാണ്. അതോടുകൂടി റെയ്യു ഭയങ്കര ഹാപ്പി ആയിട്ടോ. പിന്നെ അവൻ്റെ എനർജി ലെവൽ അങ്ങോട്ട് വളരെ മുകളിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ പപ്പയോടൊപ്പം കൂടി അവൻ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വിട്ടത് മെറൈൻ ഡ്രൈവിലേക്കാണ്. പിന്നെ മെറൈൻ ഡ്രൈവിൽ നീണ്ടൊരു നടത്തം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ അവിടുന്ന് നേരെ നമ്മൾ ബോട്ട് യാത്രയ്ക്ക് വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ഒരുമിച്ചുള്ള ബോട്ട് യാത്ര. ഇനി കുറച്ച് മണിക്കൂറേക്ക് നമ്മൾ കടലിൽ തന്നെയാണ് കേട്ടോ. ബോട്ടിലെ യാത്രയും അവിടെയുള്ള കാഴ്ചകളും ഒക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ മാത്രമല്ല, നമുക്കൊപ്പം വേറെ ഫാമിലീസും ഒക്കെയുണ്ട്. സോ അവരൊക്കെ ഓൾറെഡി കയറിയിട്ടുണ്ട്. സീറ്റൊക്കെ ഫുള്ളാണോ എന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാണ് കേട്ടോ, സീറ്റൊക്കെ കിട്ടാൻ വേണ്ടി. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് അതിൽ കയറി പാട്ടും കാര്യങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. അടിപൊളിയാണ്.
ഒട്ടിക്കില്ലല്ലേ? കണ്ടുപിടിച്ചാ എല്ലാവരും അറിയാൻ അറിഞ്ഞിടാണ്ട് തമ്മിൽ പഠിക്കുന്നുണ്ടോ? ഫോട്ടോ ഇടാൻ കഴിച്ചാളോ? അയ്യോ ഇപ്പഴത്തെ കൈ കാണിക്കാം. ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം മെറൈൻ ഡ്രൈവിലെ വാക്ക് വേയിൽ കൂടെ നമ്മൾ കുറച്ച് നേരം നടന്നു കേട്ടോ. കുറേ അങ്ങോട്ട് പാർക്കുണ്ടെന്ന് ഇറങ്ങി നമ്മളെ ഇടയിലുള്ള ഒരുപാട് പേര് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് നേരം നടന്നു. നമ്മൾ ആക്ച്വലി ഒരു റീൽ എടുക്കാനുള്ള പരിപാടിയിലായിരുന്നു. അതിനുള്ള സ്പേസ് തപ്പിയിട്ടുള്ള നടത്താണ് കേട്ടോ. അങ്ങനെ ഏകദേശം നല്ലൊരു സ്ഥലം കിട്ടിയപ്പോൾ നമ്മൾ അവിടെ സെറ്റായി പ്രാക്ടീസും കാര്യങ്ങളൊക്കെ നടത്തി കേട്ടോ. ഞങ്ങളുടെ യാത്രയുടെ ഏകദേശം അവസാനം ആവാറായി കേട്ടോ. കൊച്ചിയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ പോവാണ്. മറക്കാനാത്ത ഒരുപാട് ഓർമ്മകളുമായി ഈ ഒരു വെക്കേഷൻ ഞങ്ങൾ അടിച്ചു പൊളിച്ചു. அடி பாக்குறியே என்னங்க தந்தன தானா தந்தன தானா தந்தன தானா ரே தந்தன தானா தந்தன தானா தந்தன தானா ரே